നീ ഉദ്ദേശിച്ചത് ശാലിനിയുടെ കാര്യമല്ലേ? ശരിയാ, അവള് മണ്ടിയാ. സഹോദരങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മറക്കുന്നവളോ. പക്ഷെ ഒരാവശ്യം വന്നാ നമുക്ക് ധൈര്യത്തോടെ അവളെ വിളിക്കാം. കാരണം സഹായിക്കാൻ അവൾ ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പുണ്ട്. അവള് മണ്ടിയല്ലേ? അമ്മേ, ഞാനൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. നീ എന്തുദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും ഇനിയുള്ള നിന്റെ കാര്യങ്ങൾക്ക് അവളെ ഉണ്ടാകൂ. ആ ഓർമ്മ ഉണ്ടായാ കൊള്ളാം. ശാരദേ, നമ്മുടെ വിഷുവിന്റെ വെറുതെ വിട്ടു. ആണോ? ദേവി, നീ കാത്തു. വേലാതിനെ കുറിച്ച് ചാച്ചപ്പനും കൂട്ടരും കോടതിയിൽ വന്ന് കീഴടങ്ങിന്നാ കേട്ടത്. വെറുതെ അല്ല അവര് വന്ന് കുറ്റയേറ്റ് പറഞ്ഞത്. അതിനും മാത്രം വിളി ഞാൻ ദേവിയെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വിഷുവിന് വേണ്ടി വാദിച്ച അർജുനൊന്നും ചെയ്തില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അവന് പിന്നെ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കോ? അതൊക്കെ ശരി തന്നെയാ. അളിയനെ രക്ഷിക്കാൻ വേണ്ടി അർജുൻ നന്നായി പണിയെടുത്തു എന്നാ ഞാൻ കേട്ടത്. രണ്ടും ചായ എടുക്കാം. വേണ്ട, വരുന്ന വഴിക്ക് ആ ജോസിന്റെ കടയിലൊന്ന് കയറി. ലോട്ടറി നോക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ അപ്പോഴേക്കും അവൻ ചായ എടുത്തു. അത് കുടിച്ചിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. ശരി ഗോപാലേട്ടാ, മുണ്ട് മാറണമെങ്കിൽ അവിടെ തപ്പി നടക്കണ്ട. അലമാരയുടെ മുകളിൽ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഓ അമ്മേ, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നേ? എപ്പോ നോക്കിയാലും കേസും പോലീസും അറസ്റ്റും കോടതിയൊക്കെ. ഇപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യസംഭവങ്ങളായിരിക്കുകയാണല്ലോ അമ്മ. എന്നും കേൾക്കുന്നത് ഇതൊക്കെ തന്നെയല്ലേ? എന്തെങ്കിലുമൊക്കെ തെറ്റ് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റും ആരും ചെയ്തിട്ടില്ല. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കേണ്ട സമയമൊന്നുമല്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത്. എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാ മോളെ, കേട്ടോ? അല്ല, ശാലിനി എന്തേ? എടാ, നിന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് അവൾക്ക് അവളുടെ ജോലി പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ദേ, നിന്നെ ഓർത്തുള്ള വേവലാതിയിൽ കണ്ണു നിറയാത്ത ദിവസങ്ങളും അവൾക്കില്ല.
വല്യമ്മയോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കും? ആശനറിഞ്ഞ പുലിവലാകുമല്ലോ. അതെ, എനിക്കൊരാൾ കാണണമായിരുന്നു. ആര് കാണാനാ? എനിക്ക് എടുത്തേ കളക്ടർ ശാലിനി മേഡത്തെ ഒന്ന് കാണണമായിരുന്നു. മാഡം ബിസിയാണല്ലോ. അല്ല, കമലം കാണാൻ വന്നെന്ന് പറഞ്ഞാൽ മതി. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ മാഡം ഫ്രീ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാലോ. അത്യാവശ്യമല്ലേ? അയ്യോ, എനിക്ക് സ്കൂൾ ഓട്ടം ഉള്ളതാ. അത് മാഡത്തിന് അറിയാം. ഒന്ന് പറയോ പ്ലീസ് പ്ലീസ്. അറിയാലോ, ഞാൻ മാഡത്തിന്റെ ഹസ്ബൻഡായ വിഷ്ണു സാറിന്റെ ഫ്രണ്ടാ. മാഡം. ഹലോ മാഡം. അനു, DRC കമ്പനിക്കാർ കൊണ്ടുവന്നതിന്റെ റിക്വസ്റ്റ് ഫോം പ്രിന്റ് ഔട്ട് ആക്കി എടുക്കാൻ പറ്റില്ലേ? എടുക്കാം മാഡം. എന്നാ പിന്നെ അതിന്റെ പ്രിന്റ് ഔട്ട് 1-2 എടുത്തോ. അത് കാണിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ബ്ലോക്ക് ചെയ്യാം. ശരി മാഡം. പിന്നെ മാഡം, വിഷ്ണു സാറിന്റെ ഫ്രണ്ട് കമലൻ മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അത്യാവശ്യമാണെന്നാ പറയുന്നേ. എന്താ വേണ്ടത്? എന്നാ പിന്നെ അനു ആ പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് പോരാ. അത് വന്നാലേ ബാക്കി ജോലി നടക്കൂ. അതുവരെ കമലിനോട് വന്നോളാൻ പറയൂ. ഓക്കെ മാഡം. എന്താ പറഞ്ഞേ?